വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ കുട്ടികളാണെങ്കിലും മുറ്റത്ത് നിന്ന് കളിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ക്ലീറ്റസും കുട്ടിയും കൂടി സ്കൂട്ടിയിൽ വരുന്നുണ്ട്. എന്നിട്ട് ക്ലീറ്റസ് ആണെങ്കിൽ പിന്നെ സ്കൂട്ടി വെളിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പടിപ്പുരയിലൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ആശാൻ എന്താ പിന്നെ വെളിയിൽ വണ്ടി വെച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെൻ്റെ ഒരു പ്രത്യേക തരം ടെക്നിക്കാണ്, ഇവിടുത്തെ പണിയല്ലേ, അതിപ്പോൾ എങ്ങനെ തുടങ്ങും എങ്ങനെ അവസാനിക്കുമെന്നും പറയാനൊന്നും പറ്റില്ല. വണ്ടിയുടെ CC ആണെങ്കിൽ അടച്ച് തീർത്തിട്ടില്ല, എന്തായാലും ഓടിപ്പോകേണ്ടതല്ലേ, അതുകൊണ്ട് സുരക്ഷിതമായിട്ട് വച്ചതാണ്. പിന്നെ ഇവിടുത്തെ കാരണവരുടെ ആ അസുഖം കാരണം ഇനിയിപ്പോൾ ആര് മാലയിടും താഴി കെട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ എന്തായാലും ജോലി ചെയ്ത് കാശ് വാങ്ങിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം കുട്ടി പറയുന്നുണ്ട് പിന്നെ ഇന്ന് ഫോട്ടോ എടുപ്പ് എന്തായാലും നടക്കുമെന്നാണ് തോന്നുന്നത്, അന്ന് ആ കല്യാണം ഫോട്ടോ എടുപ്പ് മുടക്കി അമ്മാവൻ എവിടെയെങ്കിലും കാണുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ അതാണ് ഒരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ കമലിൻ്റെ ഓട്ടോയിൽ പിള്ളയും കമലിനും കൂടി വന്നങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം പിള്ളയുടെ കയ്യിൽ ഇങ്ങനെ മാലയൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം കുട്ടി പറയുകയാണ്, നേരത്തെ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് തിരിച്ചെടുത്തു എന്ന് പറയുകയാണ്. ഒരു കോമഡി സീൻ എന്ന പോലെയാണ് അതൊക്കെ കാണിക്കുന്നത്, അവരുടെ ആ സംസാരമൊക്കെ കാണിക്കുന്നത്. അന്നേരം ഇവരെന്താ കല്യാണം കഴിച്ചു, മാലയൊക്കെ പിടിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം കമലിന് ഇവരെ കാണുകയാണ്. അന്നേരം നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് കമലം വിളിക്കുമ്പോൾ രണ്ടുപേരും കൂടി ചെല്ലുന്നുണ്ട്. അന്നേരം പിന്നെ നിങ്ങൾ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചോ, എപ്പോഴാണെന്ന് വെച്ചാൽ ഫോട്ടോ എടുപ്പ് അങ്ങോട്ട് തുടങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അകത്തേക്ക് കയറി വാ എന്നൊക്കെ വിളിക്കുമ്പോൾ എങ്കിൽ ഈ ക്യാമറ ഒന്ന് പിടിച്ചതെന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് മുള്ളിയിട്ട് വരാമെന്നും പറഞ്ഞ് ക്ലീറ്റസ് അങ്ങോട്ട് വെളിയിലേക്ക് ഓടുന്നുണ്ട്. പിന്നാലെ ബാഗും കൊടുത്തിട്ട് കുട്ടിയും പോവുകയാണ്, ഞാനും പോയിട്ട് വരാം പിന്നെ പറ്റിയില്ലെങ്കിലോ എന്നും പറഞ്ഞ് പോവുകയാണ്. അന്നേരം കമല ബാഗും തൂക്കി നിൽക്കുകയാണ്, കുട്ടിയുടെ ബാഗും തൂക്കി നിൽക്കുന്നുണ്ട്. അന്നേരം കമലൻ ചോദിക്കുകയാണ്, അല്ല ഇതിപ്പോൾ പിന്നെ മാലയും ഒക്കെ വാങ്ങിച്ചു, ഇതിപ്പോൾ ഏട്ടത്തിയമ്മയും ആശാനും പരസ്പരം ഹാരം ഇടിക്കണമെന്നൊക്കെ അല്ലേ, ഇപ്പോൾ താലി കെട്ട് അതൊക്കെ ഏട്ടത്തിയമ്മയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും എനിക്കറിഞ്ഞൂടാ, പറഞ്ഞത് പ്രകാരം ഞാൻ വാങ്ങിച്ചു, പിന്നെ ആകെയുള്ളൊരു ആശ്വാസം രാഘവൻ സാർ ക്ഷണിച്ചിട്ടുള്ളവരാരും വരില്ല എന്നുള്ളതാണ്, രോഗാവസ്ഥ അറിയാമല്ലോ. പക്ഷേ കമലം പിന്നെ സംശയം പറയുന്നുണ്ട്, ശിവനാശാൻ ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ, ഏട്ടത്തിയമ്മയ്ക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുമോ, എനിക്കൊന്നും അറിയില്ല, ചോദിച്ചാൽ എന്തായാലും അവസാനം എന്നോണം ഇതൊക്കെ ഞാനിങ്ങനെ അച്ഛൻ പറഞ്ഞനുസരിച്ച് വാങ്ങിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ നടക്കുമെന്നൊക്കെ കമലം ചോദിക്കുകയാണ്. അന്നേരം ഈ നാടകം നടന്നില്ല എന്നുണ്ടെങ്കിൽ രാഘവൻ സാർ നടക്കാൻ വീട്ടിന് പുറത്തേക്ക് അത് ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതൊരു നാടകം പോലെ പിന്നെ രാഘവൻ സാറിൻ്റെ അസുഖത്തിന് മുന്നിൽ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം കൈമാറിയത് നാടകം, ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെ കരുതിയാൽ മതി, ചിലപ്പോൾ ഇതുകൊണ്ട് രോഗാവസ്ഥയ്ക്ക് ചെറിയൊരു ആശ്വാസം വന്നാലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം കമലം പറയുന്നുണ്ട്, ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഓടും, ഓട്ടോ പോലും എടുക്കാതെ ഞാൻ ഓടും, എനിക്ക് എത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം ഇവന്മാരിത് വേഗം തന്നിട്ട് എവിടെ പോയി എന്ന് കുട്ടിയെയും ക്ലീറ്റസിനെയൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം അകത്ത് നിന്ന് രാഘവൻ നായർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ മാലയൊക്കെ കിട്ടിയോ എന്നും പറഞ്ഞ് ഇവരെ കണ്ടോണ്ട് ചോദിക്കുകയാണ്. അന്നേരം കിട്ടിയെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ കൊണ്ടുവന്നേ എന്ന് പറയുമ്പോൾ വന്നേന്നും പറഞ്ഞ് കമലം വിളിക്കുന്നുണ്ട്. പിന്നാലെ പിള്ള ഇതൊക്കെ ആയിട്ട് കയറി പോവുകയാണ്. തുടർന്ന് ഹാരം നോക്കിയിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, കാശ്മീരി ഫ്ലവർ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം കമലിനാണെങ്കിൽ അവിടെ ഒരുക്കി വെച്ചിരുന്നതൊക്കെ നോക്കുന്നവർ പറയും നിലവിളക്കും എല്ലാം ഒക്കെ ഉണ്ട്. അന്നേരം തന്ത്രി എവിടെ വന്നില്ലല്ലോ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം തന്ത്രിക്ക് ഒരു പേരിടിയിൽ ചടങ്ങുണ്ട്, അത് കഴിഞ്ഞെത്തും, എല്ലാം ഒരുക്കി വെച്ചോളാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കമലിൻ്റെ സംശയം മാറുന്നില്ല. കമലൻ ചോദിക്കുകയാണ്, അല്ല ഈ ചടങ്ങിൻ്റെ രീതി അറിയാൻ വേണ്ടിയിട്ടാണ്, ഇതിപ്പോൾ എന്തൊക്കെയാണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഇവിടുത്തെ ഒരു ചെറിയ കല്യാണം പോലെ തന്നെയാണ്, താലികെട്ട് ഉൾപ്പെടെ എന്നിങ്ങനെ പറയുമ്പോൾ താലികെട്ടോ എന്നും പറഞ്ഞ് കമലൻ ഇങ്ങനെ അന്തം വിട്ട് ചോദിക്കുകയാണ്. പിള്ളയും പൊന്നിയും ഒക്കെ ഇത് കേട്ട് ഞെട്ടി തന്നെ നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അന്ന് വിഷ്ണുവിൻ്റെ ശാലിനിയുടെയും വിവാഹം നടന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതല്ലേ, അപ്പോൾ അതിനൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതോടുകൂടി അതെല്ലാം അങ്ങോട്ട് മാറിക്കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ പിള്ള ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം പിള്ളയെ ശ്രദ്ധിച്ചിട്ട് താൻ എന്തോടെ മാലയായിട്ട് നിൽക്കുന്നത്, പിന്നെ അതങ്ങോട്ട് വയ്ക്കടോ എന്ന് പറയുക. അന്നേരം കമലം പിള്ളയോട് പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഒരു യുദ്ധം നടക്കുമെന്ന്. അന്നേരം എന്താ രഹസ്യം പറയുന്നത്, അതങ്ങോട്ട് വയ്ക്കുക എന്ന് പറയുകയാണ്. അന്നേരം ആകെ പേടിച്ച് അവരൊക്കെ ഒരു ഷോക്കിലെന്നോണം നിൽക്കുകയാണ് രാഘവൻ നായരുടെ ഈ ഇതൊക്കെ കണ്ടിട്ട്. അന്നേരം പിള്ളയാണെങ്കിൽ ഹാരം 2 ഇലയിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം ചന്ദനത്തിരി അങ്ങോട്ട് തട്ടി മറിയുകയാണ്. അന്നേരം അതൊക്കെ തട്ടി ഇട്ടു, നേരെ എടുത്ത് വെക്കണമെന്നും പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം പിള്ള അതൊക്കെ എടുത്ത് നേരെ വെക്കുന്നുണ്ട്. തുടർന്ന് തന്ത്രിയാണെങ്കിൽ ഓട്ടോയിലെത്തുന്നുണ്ട്. അന്നേരം തന്ത്രി വന്നല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നായർ ഉമ്മറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ താമസിച്ചില്ലല്ലോ എന്നൊക്കെ തന്ത്രി ചോദിക്കുകയാണ്. ഇല്ല, സമയം മുഹൂർത്തം 11:30 പറയുന്നുണ്ട്. കമലിനാണെങ്കിൽ ആ ടെൻഷനാണ്, ഇത് എന്തുവാന്നൊക്കെ പൊന്നുവീടും ചോദിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പിള്ള ഇറങ്ങുകയാണ്. എന്നിട്ട് പിന്നെ തന്ത്രിക്ക് വേണ്ടി സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് കമല നീ കൂടെ ഉണ്ടാകണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് തന്ത്രി ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അന്നേരം എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ പൊന്നുവീട് ചോദിക്കുമ്പോൾ പൊന്നിങ്ങനെ തലയൊക്കെ ആട്ടുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന്
എന്നുള്ള രീതിക്ക് ഇവരെല്ലാവരും ആകെ ടെൻഷനിലാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഈ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർ എത്തിയില്ല എന്ന് നോക്കുമ്പോൾ അവരാണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതേ നമ്മളൊന്ന് മുള്ളാൻ പോയതാണ് എന്നൊക്കെ ഇങ്ങനെ ക്ലീറ്റസ് പറയുന്നുണ്ട്. അന്നേരം ആശാൻ പോയി എനിക്കും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എന്തുവാണോ ഇങ്ങോട്ട് കയറി വാ, അവിടെ നിൽക്കാനല്ല വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഫോട്ടോ എടുക്കണം, പിന്നെ തിരുമേനിയുടെ ഫോട്ടോ എടുക്കണം എന്ന് പറയുകയാണ്. അന്നേരം തിരുമേനിയുടെ ഫോട്ടോ അതല്ല, തിരുമേനി ഒരുക്കുന്ന ആ സാധനങ്ങളെല്ലാം എടുക്കണം, പിന്നെ വധുവരന്മാർ ഒരുങ്ങുന്നതും ഫോട്ടോ എടുക്കണം, എല്ലാം എടുക്കണം, അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആൽബം ആക്കി എനിക്ക് തിരിച്ച് തരണമെന്നൊക്കെ പറയുകയാണ്. അന്നേരം എന്തും തരാം, എല്ലാം എടുക്കാൻ സമ്മതിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ ക്ലീറ്റസ് പറയുകയാണ്. അന്നേരം കുട്ടി പറയുന്നുണ്ട് എല്ലാം സമ്മതിച്ചു ആശാനെ, ഇല്ലെങ്കിൽ അടിയും കിട്ടും പൈസ കിട്ടൂല എന്നൊക്കെ പറയുമ്പോൾ എടുക്കാം എന്നൊക്കെ ഇവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. തുടർന്നെങ്കിൽ പിന്നെ രാഘവൻ സാറിൻ്റെ ഫോട്ടോ എടുത്ത് തന്നെ തുടങ്ങാം, ഇത്ര ഐശ്വര്യമുള്ള മുഖം വേറെ എവിടെ കിട്ടും, കമൽ ആ ബാഗ് ഇങ്ങോട്ട് തന്നേന്നും പറഞ്ഞ് കമലിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് മേടിക്കുന്നുണ്ട്. അതിൽ നിന്നും പിന്നെ വീഡിയോ എടുക്കുകയാണ്, ക്യാമറ എടുക്കുന്നുണ്ട്. ക്യാമറ എടുത്തിട്ട് രാഘവൻ സാർ അങ്ങോട്ട് നിന്നേ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരുടെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് രാഘവൻ നായരുടെ പിള്ള ഇങ്ങോട്ട് വന്നേ, കമല ഇങ്ങോട്ട് വന്നേ, രണ്ടുപേരെയും കൂടെ ചേർത്ത് നിർത്തുകയാണ്. പക്ഷെ അവരിങ്ങനെ ആ ടെൻഷനിൽ രാഘവൻ നായരെ നോക്കുന്നുണ്ട്, മുഖത്തോട് വന്ന് നോക്കുകയാണ്. അന്നേരം നിങ്ങളിങ്ങനെ മുഖത്തോട് വന്ന് നോക്കാതെ ക്യാമറയിലോട്ട് നോക്ക് എന്ന് പറയുകയാണ്. അന്നേരം ക്ലീറ്റസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ മാത്രം ചിരിച്ച് നിൽക്കുന്നു. കമലിനും രാഘവൻ നായരും ഇങ്ങനെ, കമലനും പിള്ളയും കൂടി രാഘവൻ നായരെ മുഖത്തേക്ക് നോക്കുന്നതാണ് ആ ഒരു ഫ്രെയിമിൽ വരുന്നത്. ഇതേ സമയം അവിടെ മുകളിലാണെങ്കിൽ ശാലിനി റൂമിൽ ആകെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ ഹാളിൽ ശിവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശിവൻ്റെ മുമ്പിൽ ഇടാനുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അന്നേരം ശാലിനിയുടെ അടുത്തേക്ക് ഭാമ ഇങ്ങനെ ചെല്ലുകയാണ്. അന്നേരം എന്തൊക്കെയാണ് സത്യാമ്മ ഇവിടെ നടക്കാൻ പോകുന്നത്, പിന്നെ അത് രാഘവേട്ടൻ്റെ അസുഖം എന്ന് പറയുമ്പോൾ ഇനി അതും പറഞ്ഞു നിന്നിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ താഴെ നടക്കാൻ പോകുന്നത് ഒരു ചെറിയ കല്യാണം തന്നെയാണ്. മാലയൊക്കെ ഇവിടെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എൻ്റെ വിഷ്ണുവേട്ടൻ കെട്ടിയ താലിയാണ്. ഞാനൊരു ഇത് പവിത്രമായിട്ട് കൊണ്ട് നടക്കുന്നത്, അതിന് എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ സ്വയം ജീവൻ ഒടുക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മോളെ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ വിളിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും മുടക്കാം, ഞാൻ പിന്നെ ശിവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അയാളോട് സംസാരിച്ചിട്ട് എന്ത് നേടാനാണ്, എന്നെപ്പോലെ തന്നെയാണ് അയാളും, പിന്നെ അയാൾക്ക് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ എനിക്കത് കഴിയും. ഇവിടെ എന്തെങ്കിലും എൻ്റെ ഇതിന് പിന്നെ മനസാക്ഷിക്ക് നിരക്കാത്ത എന്തെങ്കിലുമാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഈ ശാലിനി ആരാണെന്നും ശാലിനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആരെയും നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ ആ ഒരു ഉറച്ച തീരുമാനത്തോട് തന്നെ ശാലിനി അവിടെ സത്യഭാമയോട് പറയുകയാണ്. അന്നേരം ഭാമ എന്ത് ചെയ്യണമെന്നറിയാതെ കട്ടിലേക്ക് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അന്നേരം രാഘവേട്ടൻ്റെ ഈ തീരുമാനം ഈ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വിഷമിച്ച് ഭാമ ഇരിക്കുകയാണ്. പക്ഷേ ശാലിനി ആകെ ദേഷ്യത്തിൽ അതെങ്ങനെ ഏത് രീതിക്ക് മുടക്കും, ഇനി സത്യം തുറന്നു പറയേണ്ടി വന്നാൽ പറയുമെന്നുള്ള രീതിക്ക് തന്നെയാണ് ശാലിനി നിൽക്കുന്നതൊക്കെ. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ശിവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം കമലിനാണെങ്കിൽ ശിവൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇതിപ്പോൾ എന്ത് ചെയ്യും, താഴെ ഒരു കല്യാണം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അതൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദേ അച്ഛൻ തന്നിട്ട് പോയതാണ്, ഇത് ഇട്ടുകൊണ്ട് വേണം ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്നും പറഞ്ഞ് ആ ഡ്രസ്സിങ്ങിനെ ശിവൻ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അന്നേരം എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് മുങ്ങുക, അല്ലാതെ ഒന്നും ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണ് ഭാമ വരുന്നത്. അന്നേരം മുങ്ങാനായിട്ട് നോക്കിയതല്ലേ ഒരു തവണ രാവിലെ, പക്ഷെ പറ്റിയില്ലല്ലോ, ഒരു അവസാനം അച്ഛൻ കൈയോടെ പിടിച്ചില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ എന്തായാലും രാഘവൻ സാർ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ചത്ത് കളയും എന്നൊക്കെ ഇങ്ങനെ കമലം പറയുകയാണ്. അങ്ങനെ കമല എന്നിങ്ങനെ ഭാമ വിളിക്കുന്നുണ്ട്. അല്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത്, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ കമലം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ക്ലീറ്റസും കുട്ടിയും കൂടി താഴേന്ന് കയറി വരികയാണ്. അതിൽ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഉത്സാഹത്തിലാണ് ക്ലീറ്റസ് വരുന്നത്. പക്ഷേ കുട്ടിക്ക് കാര്യം അറിയാം. അന്നേരം ക്ലീറ്റസ് പറയണം, ആ ചെക്കൻ ഇതുവരെ ഒരുങ്ങിയില്ലേന്ന് ചോദിക്കുക. അന്നേരം ചെക്കനല്ല എന്ന് പറയുമ്പോൾ ഏതായാലും കല്യാണ വേഷം ഇടാൻ പോവുകയല്ലേ, ഒരു ഷോർട്ട് ഫിലിം അഭിനയമല്ലേ, ഒരു ഷോർട്ട് ഫിലിം പോലെ അങ്ങ് അഭിനയിച്ച് തീർത്താൽ മതി, അല്ലാതെ ഒന്നും കാണണ്ട എന്നൊക്കെ, നല്ലൊരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ക്യാമറയൊക്കെ ക്ലീറ്റസ് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അന്നേരം ശിവനാകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ശിവൻ കൈ അങ്ങോട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നുണ്ട്. അത് കുട്ടി കാണുന്നുണ്ട്, അന്നേരം ക്ലീറ്റസ് കാണുന്നില്ല. അന്നേരം കുട്ടി പറയുകയാണ്, ദേ കൈ ചുരുട്ടി പിടിക്കുന്നു, ഇനി ഫോട്ടോ എടുത്താൽ ആശാൻ ഇടി കിട്ടും, ഇതിപ്പം മരണ വീടാക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ക്ലീറ്റസ് ആ ശിവനെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആ ചെവിയൊക്കെ ഇങ്ങനെ അനങ്ങുന്നതും മൂക്കൊക്കെ ഇങ്ങനെ ആവുന്നതും ആ ഒരു കൈ ചുരുട്ടുന്നതും ഒക്കെ ക്ലീറ്റസ് കാണുകയാണ്. സംഭവം പന്തിയല്ല എന്ന് ക്ലീറ്റസിന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം എന്തോ എന്നിങ്ങനെ വിളിയൊക്കെയാണ്. ദേ രാഘവ സാർ വിളിക്കുന്നു, നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരാം, അല്ലെങ്കിൽ വേണ്ട ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് എടുക്കുമ്പോൾ ശിവന് അടക്കാൻ കഴിയുന്നില്ല, ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ശിവനാണെങ്കിൽ ഓടി വന്ന് ക്ലീറ്റസിൻ്റെ ഷർട്ടിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ തൻ്റെ ഈ ക്യാമറയിൽ പതിയുകയാണെങ്കിൽ, തൻ്റെ ഈ പെരട്ട് തലയാണെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വിൽക്കാൻ വിടും, മനസ്സിലായിടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനസ്സിലായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ക്ലീറ്റസ് അവിടെ നിന്ന് വലിയുകയാണ്. പിന്നാലെ കുട്ടിയും പോകുന്നുണ്ട്. ജീവൻ കിട്ടിയത് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ആണ് ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ച് താഴേക്ക് പോകുന്നത്. ഇതൊക്കെ നോക്കി സത്യഭാമയും കമലിനും നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം നോക്കട്ടെ സത്യാമ്മ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്നിങ്ങനെ കമലം ഭാമയോട് പറയുന്നുണ്ട്.
അതേസമയം അവിടെ തിരുമേനി താഴെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അവരെ വിളിക്കാറാകുമ്പോൾ ചെക്കനെയും പെണ്ണിനെയും വിഷ്ണുവിനെ ശാലിനിയെ വിളിക്കാറാകുമ്പോൾ പറയണേന്ന്. അന്നേരം വിളിച്ചോളൂ എന്ന് പറയുകയാണ്. അന്നേരം പൊന്നിയോട് പറയുന്നുണ്ട്, പൊന്നി പോയി ആദ്യം വിഷ്ണുവിനെ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുകയാണ്. അന്നേരം ഈശ്വര ഞാൻ തന്നെ വിളിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ സംശയിച്ച് പൊന്നി നിൽക്കുകയാണ്. അന്നേരമായിട്ട് പിന്നെ ഈ ഫാമ എവിടെ പോയി, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ പെരയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ഫാമയെന്നൊക്കെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. അന്നേരം ക്ലീറ്റസ് ആണെങ്കിൽ അവിടെ തകർത്ത് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്, തിരുമേനി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ. പിള്ള ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം പൊന്നി നീ ഇതുവരെ പോയില്ലേ, ചെല്ല് എന്നിങ്ങനെ പറയുമ്പോൾ അവസാനം പൊന്നി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ക്ലീറ്റസിനോട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഫോട്ടോ എടുത്തില്ലേന്ന് ചോദിക്കുകയാണ്. അതിന് മുന്നേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛച്ച അവിടെ നടക്കാൻ പോകുന്നത്. അന്നേരം അത് കല്യാണമെന്ന് പറയുകയാണ്. അന്നേരം ആരുടെ കല്യാണം, അതൊക്കെ ഉണ്ട് നോക്കി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുത്തില്ലേന്ന് ചോദിക്കുന്നത്. അന്നേരം അങ്ങനെ കൊച്ചുങ്ങളെ ഫോട്ടോ എടുത്തില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, അച്ഛച്ച ക്ലീറ്റ അല്ല ക്ലീറ്റസ് എന്ന്. അന്നേരം അങ്ങനെ പറഞ്ഞു കൊടുക്കുക മോളെ എന്നൊക്കെ ക്ലീറ്റസ് പറയുന്നുണ്ട്. അന്നേരം ആ രണ്ടുപേരും തോളിക്കൈയിട്ട് നിന്നേ എന്നിങ്ങനെ പറയുമ്പോൾ സത്യയും പപ്പിയും തോളിക്കൈയിട്ട് ചിരിച്ച് നിൽക്കും. അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലീറ്റസ് ആണ്, ഇനി അമ്മാവൻ്റെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ് പിള്ളയോടൊന്ന് ചിരിച്ചെന്ന് പറയുകയാണ്. ഈ എന്നും പറഞ്ഞ് ചിരിച്ചെന്നൊക്കെ കാണിക്കുകയാണ്, ഒരു തമാശ എന്ന പോലെ. അന്നേരം കുട്ടി ചെന്നത് എങ്ങനെ ചിരിക്കുന്നൊക്കെ പറഞ്ഞ് ചിരി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പിള്ള ചിരിക്കുന്നില്ല, ക്ലീറ്റസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. തുടർന്ന് പൊന്നിയാണെങ്കിൽ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഭാമ ശാലിനിയോട് പറയുന്നുണ്ട്, മോളെ മാല ഇടുന്നതും താലി കെട്ടലൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കാം, മോളൊന്ന് താഴേക്ക് വരികയെങ്കിലും ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ മനസ്സെന്താ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നിങ്ങനെ കടുപ്പിച്ച് ശാലിനി പറയുകയാണ്. അന്നേരം മോളെ പിന്നെ അവിടെ ഇതെല്ലാം ഒരു നാടകം എന്ന രാഘവേട്ടനല്ലേ അസുഖമുള്ളത്, ബാക്കി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും മോളുടെ മനസ്സിനെ വിഷമിക്കുന്ന ഒന്നും അവിടെ സംഭവിക്കില്ല, ഈ സത്യാമ്മ എന്തായാലും വാക്ക് തരാം, മോൾ അവിടേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ രാഘവേട്ടനി ഇങ്ങോട്ടത്തേക്ക് കയറി വരും, അത് നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല, ഒന്ന് അവിടെ വന്ന് നിന്നാൽ മതി, ഒന്നും സംഭവിക്കില്ല എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ഭാമയെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ ശിവനാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കമലം പറയണം, അടിപൊളി സാറിൻ്റെ സെലക്ഷൻ എന്തായാലും മോശമില്ല, നല്ല കല്യാണ ചെക്കൻ തന്നെ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ശാലിനിയൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശിവൻ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശാലിനിക്ക് ആപ്പാടെ അങ്ങോട്ട് ദേഷ്യം കലിതുള്ളുകയാണ്. ശാലിനി ദേഷ്യത്തിൽ ചെന്നിട്ട് പിന്നെ ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നു, അവിടെ പൂജിച്ചു വെച്ച മാല എൻ്റെ കഴുത്തിൽ അണിയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശാലിനി അവിടെ മരിച്ചു വീഴും എന്നിങ്ങനെ ശിവൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഫാമയും കമലിനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ശാലിനിയുടെ ആ ഒരു ഇതിൽ കലിതുള്ളി തന്നെയാണ് ശാലിനി നിൽക്കുന്നത്, എന്തും എപ്പോഴും സംഭവിക്കാമെന്നുള്ള രീതിക്ക് തന്നെയാണ്. അവസാനം ശാലിനി ഉറപ്പിക്കുന്നുണ്ട് അവിടെ ഇത് വിഷ്ണു അല്ല ശിവനാണ് കൂടെ ഉള്ളത് എന്ന് രാഘവൻ നായരോട് പറയാനും ഒക്കെ ആയിട്ട് തന്നെയാണ് തയ്യാറായിട്ട് ശാലിനി അവിടെ നിൽക്കുന്നത്. ഇത്രയുമേ ഈ ഒരു സീന് കാണിക്കുന്നുള്ളൂ. പക്ഷേ അടുത്ത എപ്പിസോഡിൽ ആ ഒരു ചടങ്ങ് അവിടെ നടക്കില്ല. അതിന് മുന്നേ അവിടെ ഒരു നാടകം, വീണ്ടും ഒരു നാടകം തന്നെ അരങ്ങേറുക ചെയ്യും, അവിടെ നടക്കുകയില്ല, മുടങ്ങുക തന്നെ ചെയ്യും. അത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.